നയൻതാരയുടെ സ്കിൻ കെയർ ബ്രാൻഡായ നൈൻ സ്കിന്നിൻ്റെ ലോഞ്ച് വലിയ വാർത്താ പ്രാധാന്യം നേടിയതാണ്. വലിയ തോതിൽ മാർക്കറ്റിംഗ് നടന്ന ബിസിനസ് സംരംഭമായിരുന്നു ഇത്. എന്നാൽ വലിയ ചലനം വിപണിയിൽ നൈൻ സ്കിൻ ഉണ്ടാക്കിയില്ല. ദീപിക പദുകോന്റെ സ്കിൻ കെയർ ബ്രാൻഡ് പോലെ പരാജയപ്പെട്ടില്ല. എന്നാൽ കത്രീന കൈഫിന്റെ ബ്യൂട്ടി കെയർ ബ്രാൻഡിനെ പോലെ വലിയ വിജയവുമായില്ല. എന്താണിതിന് കാരണമെന്ന് ചോദ്യങ്ങൾ വരുന്നു. സോഷ്യൽ മീഡിയയിൽ പല കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. നയൻതാര പൊതുവെ സ്വകാര്യത ഇഷ്ടപ്പെടുന്ന താരമാണ്. നൈൻ സ്കിന്നിൻ്റെ പ്രൊമോഷൻ്റെ മുന്നിൽ കണ്ട് മാത്രമാണ് നടി സോഷ്യൽ മീഡിയയിലേക്ക് വന്നത് പോലും. സ്കിൻ പ്രോഡക്റ്റുകളുടെ ബിസിനസ്സിലുള്ള താരങ്ങൾ പൊതുവെ ഈ പ്രോഡക്റ്റുകൾ താൻ ഉപയോഗിക്കുന്നതാണെന്ന് തോന്നൽ ജനങ്ങളുണ്ടാക്കും. ഇതിന് ഉദാഹരണമാണ് ബോളിവുഡ് നടി കൃതി സനോൺ. താൻ നിക്ഷേപം നടത്തിയ സ്കിൻ കെയർ ബ്രാൻഡ് ദിനംപ്രതി ഉപയോഗിക്കാറുന്ന പ്രതീതി കൃതി അഭ്യൂഹങ്ങളുടെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ആഡംബരം ഉണ്ടാക്കി. എന്നാൽ നയൻതാര ഇതിന് തയ്യാറായില്ല. ചില ആളുകളുടെ ഭാഗമല്ലാതെ നൈൻ സ്കിൻ തന്നെയാണ് നയൻതാര സ്വന്തം മുഖത്ത് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമല്ല. മാത്രമല്ല നയൻതാരയുടെ മുഖത്ത് തിളക്കത്തിൻ്റെ കാരണം സ്കിൻ കെയർ ക്രീമുകളാണെന്ന് ഭൂരിഭാഗം പേരും വിശ്വസിക്കുന്നുമില്ല. നാച്ചുറൽ ബ്യൂട്ടിയായി അറിയപ്പെടുന്ന ആളല്ല നയൻതാര. നടിയുടെ പഴയ ഫോട്ടോകളും അതിൻ്റെ ഇപ്പോഴത്തെ ഫോട്ടോകളും തമ്മിൽ വ്യത്യാസം ആരെയും അമ്പരപ്പിക്കും. കോസ്മെറ്റിക് സർജറികൾ ഈ മാറ്റത്തിന് പിന്നിലുണ്ടെന്ന് പരക്കെ അഭിപ്രായമുണ്ട്. ഇതിനിടെ നൈൻ സ്കിന്നിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോയിൽ താൻ പ്ലാസ്റ്റിക് സർജറികളൊന്നും ചെയ്തിട്ടില്ലെന്ന് നയൻതാര പറയുകയുണ്ടായി. ഈ വാക്കുകൾ സത്യമാണ് പലരും എടുത്തില്ല. പ്രത്യേകിച്ചും പ്രൊമോഷൻ വീഡിയോ ആയതിനാൽ. നയൻതാര എന്ന പേരിന് ബ്രാൻഡ് വാല്യൂ ഉണ്ടെന്നെങ്കിലും അത് ബിഗ് സ്ക്രീനിൽ ബിസിനസ്സിലല്ല. അതേസമയം നൈൻ സ്കിൻ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് പറയാനാകില്ല. നൈൻ സ്കിൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ വിപണിയിലായിട്ടുള്ളൂ. ഇതിനകം വിദേശ വിപണിയിൽ നൈൻ സ്കിൻ ഇടം നേടിയിട്ടുണ്ട്. 2024 റിലയൻസിൻ്റെ ടിറയുമായി 9 നൈൻ സ്കിൻ പടർന്നെത്തി. ഓൺലൈൻ വിൽപ്പനയ്ക്കുള്ള സാധ്യതകൾ തുറന്നത് ഇതുവഴിയാണ്. നൈൻ സ്കിൻ ഇപ്പോഴും വിപണിയിലുണ്ട്.